നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിൽ ആദ്യമായിട്ട് നോക്കുന്നത് യൂറോപ്യന്മാരുടെ വരവും അവരുടെ സംഭാവനകളുമാണ്. കേരള ചരിത്രത്തിൽ പ്രത്യേകം ഒരു എടുത്തു പറയേണ്ടത്തക്ക ഒരു ഏടാണ് യൂറോപ്യന്മാരുടെ വരവും അവരുടെ സംഭാവന. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ദ ചാനൽ. യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരള തീരത്തെത്തിയത് 15-ാം നൂറ്റാണ്ടിലാണ്. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ് യൂറോപ്യന്മാർ ആദ്യമായി കേരളത്തിലെത്തുന്നത്. യൂറോപ്യന്മാർ ആഗമനത്തിന് മുമ്പ് തന്നെ കേരളമായി വാണിജ്യ ബന്ധം പുലർത്തിയിരുന്ന വിദേശികളാണ് അറബികളും ചൈനക്കാരും. കടൽ മാർഗം ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് കൊളംബസാണ്. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരികെ പോയ വിദേശികൾ ഡച്ചുകാരാണ്. എന്ന് പറയുന്ന ഡച്ചുകാരാണ്. യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് പുതിയൊരു കടൽ മാർഗം കണ്ടുപിടിക്കേണ്ടി വന്നതിൻ്റെ കാരണം 1453 ഒട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് മൂലമാണ്. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തിയും പോർച്ചുഗീസുകാരാണ്. ഗോവ, ഡാമൻ ആൻഡ് ഡ്യൂ എന്നിവയായിരുന്നു ഇന്ത്യയിൽ അവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ഏതാണ് ഗോവയും ഡാമൻ ആൻഡ് ഡ്യൂ. വാസ്കോഡഗാമ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡഗാമ. വാസ്കോഡഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ച സ്ഥലം എന്ന് പറയുന്നത് ലിസ്ബണാണ്. 1497 വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് മാനുവൽ ഒന്നാമനാണ്. വാസ്കോഡഗാമ ആദ്യമായി ഇന്ത്യയിലെത്തിയത് 1498 മെയ് 20-നാണ്. വാസ്കോഡഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോട് കാപ്പാടാണ്. പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ വിളിച്ചിരുന്നത് കാലിക്വിറ്റ് എന്നാണ്. വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേര് സെൻറ്റ് ഗബ്രിയൽ. വാസ്കോഡഗാമ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റ് കപ്പലുകളായിരുന്നു സെൻറ്റ് റാഫേലും സെൻറ്റ് ബെറിയോയും. വാസ്കോഡഗാമയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വഴി വിറ്റഴിക്ക വഴി അദ്ദേഹത്തിന് ലഭിച്ചത്. വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്യുന്ന പള്ളി എന്ന് പറയുന്നത് കൊച്ചിയിലുള്ള സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ്. വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ ജെറോണിമസ് കത്തീഡ്രൽ ഇപ്പോൾ ലിസ്ബണിലാണ്. വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. മാനുവൽ രാജാവ് ഗാമയ്ക്ക് ഡോം എന്ന പദവി നൽകി. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അധിപൻ എന്നറിയപ്പെടുന്നത് വാസ്കോഡഗാമയാണ്. മാനുവൽ രാജാവാണ് വാസ്കോഡഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വിശേഷിപ്പിച്ചത്. വാസ്കോഡഗാമയുടെ ആഗമനത്തിന് ഏഷ്യയുടെ ചരിത്രത്തിൽ വാസ്കോഡഗാമ യുഗത്തിന് തുടക്കം എന്ന് അഭിപ്രായപ്പെട്ടത് സർദാർ KM പണിക്കരാണ്. വാസ്കോഡഗാമ ആദ്യമായി ഇന്ത്യയിൽ എത്തിയത് 1498 മെയ് 20-നാണ്. വാസ്കോഡഗാമ ആ വരവിൽ തിരിച്ച് ലിസ്ബണിലേക്ക് മടങ്ങിയ പിറ്റേ വർഷം 1499. അതിനുശേഷം വീണ്ടും വാസ്കോഡഗാമ തിരിച്ചെത്തി. വാസ്കോഡഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തി. അത് 1502-ലാണ്. വാസ്കോഡഗാമ മൂന്നാമതും അവസാനവുമായി ഇന്ത്യയിലെത്തിയത് പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ്. അത് 1524-ലാണ്. ആ വർഷം തന്നെയാണ് വാസ്കോഡഗാമ അന്തരിച്ചത്. 1524 ഡിസംബർ 24-ാം തീയതി, അതായത് നമ്മുടെ ക്രിസ്മസിൻ്റെ തലേ ദിവസം. വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയത് 1539-ലാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്നാം വരവ് 1498-ലായിരുന്നു. വാസ്കോഡഗാമ കോഴിക്കോട്ട് വന്നപ്പോൾ സാമൂതിരിയും പ്രജകളും പാരമ്പര്യാനുസൃത ആതിഥ്യ മര്യാദയോടുകൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു. തങ്ങളുടെ ചരക്കുകൾ സൂക്ഷിക്കാൻ തൻ്റെ അനുയായികളിൽ നിന്നും ഒരു സംഘത്തെ കോഴിക്കോട്ട് നിർത്താൻ അനുവദിക്കണമെന്ന് വാസ്കോഡഗാമയുടെ അഭ്യർത്ഥന സാമൂതിരി നിരസിച്ചു. തുടർന്ന് വാസ്കോഡഗാമ കോഴിക്കോട് വിടുകയും യാത്രാമധ്യേ അദ്ദേഹം കോലോത്തിരി രാജാവിൻ്റെ ക്ഷണമനുസരിച്ച് കണ്ണൂരിലിറങ്ങി. അവിടെ പോർച്ചുഗീസുകാർക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും കോലോത്തിരി വാഗ്ദാനം ചെയ്തു.
പോർച്ചുഗീസ് കപ്പലിൽ ചരക്ക് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് കോലോത്തിരി വാസ്കോഡഗാമയുമായി കരാറിൽ ഒപ്പിട്ടു. വാസ്കോഡഗാമ 1498 നവംബറിൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട 1499 ലിസ്ബണിലെത്തി. നാട്ടിലേക്ക് മടങ്ങിയ വാസ്കോഡഗാമയ്ക്ക് വീരോചിതമായ സ്വീകരണമാണ് ലഭിച്ചത്. രണ്ടാം വരവ് 1502 സാമൂതിരിക്ക് പോർച്ചുഗീസുകാരോടുണ്ടായ വിരോധത്തെക്കുറിച്ചും കോഴിക്കോടിൻ്റെ കപ്പൽപ്പടയെ എതിരിടുന്നതിൽ കബ്രാളിനുണ്ടായ പരാജയത്തെക്കുറിച്ചും വിവരം ലഭിച്ചതിനെ തുടർന്ന് ഡോം മാനുവൽ 15 കപ്പലുകളും 800 ആളുകളും അടങ്ങുന്ന മറ്റൊരു സംഘത്തെ വാസ്കോഡഗാമയുടെ തന്നെ നേതൃത്വത്തിൽ 1502 ഫെബ്രുവരിയിൽ ഇന്ത്യയിലേക്ക് അയച്ചു. തൻ്റെ രണ്ടാം വരവിനായി 5 ദ്വീപിൽ കപ്പലിറങ്ങിയ ഗാമയും കൂട്ടരും അറബിക്കടൽ പിടിച്ചെടുക്കാൻ തുടങ്ങി. വാസ്കോഡഗാമ കണ്ണൂർ സന്ദർശിച്ചപ്പോൾ കോലോത്തിരി അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വീകരിച്ചു. കൊച്ചിയിലെ വിലയ്ക്ക് കുരുമുളകും മറ്റു ചരക്കുകളും പോർച്ചുഗീസുകാർക്ക് വിറ്റുകൊള്ളാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി. തുടർന്ന് സാമൂതിരിയെ സന്ദർശിച്ച് കോഴിക്കോട്ട് നഗരത്തിൽ നിന്നും എല്ലാ മുസ്ലിങ്ങളെയും പറഞ്ഞയക്കണമെന്ന് വാസ്കോഡഗാമ ആവശ്യപ്പെട്ടു. സാമൂതിരി അത് നിരസിക്കുകയും തുടർന്ന് പോർച്ചുഗീസുകാർ കോഴിക്കോട് നഗരം ആക്രമിക്കുകയും ചെയ്തു. തുറമുഖത്ത് കിടന്നിരുന്ന അരിക്കപ്പലുകൾ പോർച്ചുഗീസുകാർ പിടിച്ചടക്കുകയും കപ്പൽ ജോലിക്കാരുടെ കൈയും കാതും മൂക്കും ഛേദിച്ച് അവരോട് മൃഗീയമായി പെരുമാറുകയും ചെയ്തു. കൊച്ചിയിലുണ്ടാകുന്ന കുരുമുളകും ഏലവും മറ്റ് ചരക്കുകളും പോർച്ചുഗീസ് കപ്പിത്താനും കൊച്ചി രാജാവിനും നിശ്ചയിക്കുന്ന വിലയ്ക്ക് പൊതുജനങ്ങൾ പോർച്ചുഗീസുകാർക്ക് കൊടുത്തുകൊള്ളാമെന്ന ഉടമ്പടിയിൽ കൊച്ചി രാജാവ് ഒപ്പിട്ടു. മൂന്നാം വരവ് 1524 ഗോവയിൽ വന്ന മാത്രയിൽ ഡിസൂസയുടെ നേതൃത്വത്തിൽ ഒരു നാവിക സേനയെ അയച്ച് കോഴിക്കോട്ട് വെച്ച് കുട്ടിയലിയെ തോൽപ്പിച്ചു. കണ്ണൂർ രാജാവ് തൻ്റെ പ്രശസ്തന്മാരായ കപ്പിത്താന്മാരിലൊരാളായ വലിയ ഹസനെ പോർച്ചുഗീസുകാർക്ക് വിട്ടുകൊടുക്കാൻ നിർബന്ധിതനായി. വാസ്കോഡഗാമയുടെ ഭരണം 3 മാസത്തോളമേ നിലനിന്നുള്ളൂ. പെട്രോ അൽവാരസ് കബ്രാൾ വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് പെട്രോ അൽവാരസ് കബ്രാൾ. അത് 1500 33 കപ്പലും 1500 ആളുകളും ഉണ്ടായിരുന്ന സംഘത്തിൽ ആപൽക്കരമായൊരു യാത്രയ്ക്ക് ശേഷം കബ്രാൾ ഇന്ത്യയിൽ വന്നപ്പോൾ 6 കപ്പലുകളെ അവശേഷിച്ചിരുന്നുള്ളൂ. കബ്രാളിൻ്റെ പ്രതിനിധിയായ ഐറസ് കൊറിയ സാമൂതിരിയുമായി ഒരു ധാരണയിലെത്തുകയും തൽഫലമായി കോഴിക്കോട്ട് ഒരു വ്യാപാരശാല നിർമ്മിക്കുവാനുള്ള അനുവാദം പോർച്ചുഗീസുകാർക്ക് ലഭിക്കുകയും ചെയ്തു. കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി പെട്രോ ഡെ കൊഹിൽഹ ആണ്. ആഫ്രിക്കയുടെ ശുഭപ്രതീക്ഷാ മുനമ്പ് ചുറ്റു സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ബർത്തലോമിയസ് ഡയസ് ആണ്. 1488 കോഴിക്കോടുണ്ടായിരുന്ന അറബികളും പോർച്ചുഗീസുകാരും തമ്മിൽ നിന്ന തീവ്ര മത്സരം പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം സൃഷ്ടിച്ചു. കോഴിക്കോട്ട് തുറമുഖത്തുണ്ടായിരുന്ന ഒട്ടേറെ അറബിക് കപ്പലുകൾ പോർച്ചുഗീസുകാർ പിടിച്ചടക്കുകയും കപ്പൽ ജോലിക്കാരെ കൂട്ടത്തോടെ കൊല്ലുകയും ചെയ്തു. ഇതിൽ കോപാകുലരായ ജനങ്ങൾ പോർച്ചുഗീസുകാരുടെ വ്യാപാരശാല നശിപ്പിക്കുകയും പോർച്ചുഗീസുകാരെ വധിക്കുകയും ചെയ്തു. സംഭ്രാന്തനായ കബ്രാൾ കോഴിക്കോട്ട് നിന്നും കൊച്ചിയിലേക്ക് കപ്പൽ കയറി. പോർച്ചുഗീസുകാർക്ക് കൊച്ചിയിൽ ഒരു വ്യാപാരശാല നിർമ്മിക്കാൻ കൊച്ചി രാജാവ് അനുവാദം നൽകി. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് പെട്രോ അൽവാരസ് കബ്രാൾ. കബ്രാളിന് ശേഷം ജാവോ ഡാ നോവയുടെ നേതൃത്വത്തിൽ മൂന്നാമതൊരു പര്യടന സംഘം ഇന്ത്യയിലെത്തുകയും കൊച്ചിയിലും കണ്ണൂരും കപ്പലടുപ്പിച്ച് അവർക്ക് ചരക്ക് കയറ്റുന്നതിൽ അവിടങ്ങളിലെ രാജാക്കന്മാർ നൽകിയ സഹായങ്ങളും ചെയ്തു കൊടുത്തു. ഫ്രാൻസിസ്കോ ഡി അൽമേഡ 1505 മുതൽ 1509 വരെ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യത്തെ രാജപ്രതിനിധിയായി
1505 ഫ്രാൻസിസ്കോ ഡി അൽമേഡ നിയമിതനായി. അഞ്ചുദ്വീപ്, കണ്ണൂർ, മലാക്ക, കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയുമായിരുന്നു പ്രധാന പരിപാടി. ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്ന നയമാണ് നീലജല നയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി. നീലജല നയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അൽബുക്കർക്ക് 1509 മുതൽ 1515 വരെ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെട്ടതും അൽബുക്കർക്ക് തന്നെ. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയും അൽബുക്കർക്കാണ്. കോഴിക്കോട് നഗരം ആക്രമിച്ച് പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ്. പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ മിശ്ര കോളനി വ്യവസ്ഥ പോർച്ചുഗീസും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ അഥവാ മിശ്ര കോളനി വ്യവസ്ഥ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയതും അൽബുക്കർക്കാണ്. നീതി പരിപാലനം കർശനമാക്കിയ പോർച്ചുഗീസ് വൈസ്രോയും അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ്. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ്. 1510 ബീജാപ്പൂർ സുൽത്താൻ്റെ പേര് മുഹമ്മദ് ആദിൽ ഷാ. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയും അൽബുക്കർക്കാണ്. പോർച്ചുഗീസുകാരുടെ പ്രധാന ലക്ഷ്യം അറബികളുടെയും ചൈനക്കാരുടെയും കേരളത്തിലെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു. കുഞ്ഞാലി മരയ്ക്കാന്മാർ കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരയ്ക്കാന്മാർ. കുഞ്ഞാലി മരയ്ക്കാന്മാർ ആസ്ഥാനം വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരയ്ക്കാർ കോട്ട, കോഴിക്കോട് വടകരയ്ക്കടുത്ത് പുതുപ്പണം എന്ന സ്ഥലത്തെ മരയ്ക്കാർ കോട്ടയാണ്. പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മരയ്ക്കാർ സ്വീകരിച്ച യുദ്ധമുറയാണ് ഗറില്ല അഥവാ ഒളിപ്പോര്. കുഞ്ഞാലി 1 അഥവാ കുട്ടിയലി, കുഞ്ഞാലി 2 അഥവാ കുട്ടിപ്പോക്കറലി, കുഞ്ഞാലി 3 അഥവാ പട്ടുമരയ്ക്കാർ അല്ലെങ്കിൽ പടൈമരയ്ക്കാർ, കുഞ്ഞാലി 4 എന്നിങ്ങനെ 4 കുഞ്ഞാലിമാരായിരുന്നു ഉണ്ടായിരുന്നത്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയൻകോട്ട തിരിച്ചെടുക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ്. ചാലിയൻകോട്ട തകർത്തത് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ. സാമൂതിരിയുടെ സൈന്യം പോർച്ചുഗീസുകാരിൽ നിന്നും ചാലിയൻകോട്ട പിടിച്ചെടുത്ത് നശിപ്പിച്ചതെന്ന് പറയുന്നത് 1571 ചാലിയൻകോട്ട വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫതുൽ മുഹീൻ. വ്യക്തമായ വിജയം. ഇസ്ലാം മതത്തിനും ഹിന്ദു ധർമ്മത്തിനും വേണ്ടി ഒരുപോലെ പോരാടുന്ന ഹിന്ദുവായിട്ടുള്ളൊരു ഈ രാജാവിനെ കണ്ടുപഠിക്കുവാൻ സുൽത്താൻമാരെ എന്ന വരികൾ അക്കാലത്തെ സാമൂഹിക സൗഹാർദ്ദത്തെ സൂചിപ്പിക്കുന്നു. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ എന്നറിയപ്പെടുന്നത് കുഞ്ഞാലി മരയ്ക്കാർ 4-മനാണ്. ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ ബിരുദം സ്വീകരിച്ചത് കുഞ്ഞാലി മരയ്ക്കാർ 4-മനാണ്. അടിച്ചിട്ട് കടന്നു കളയുക എന്ന സമരതന്ത്രം ആവിഷ്കരിച്ചത് കുട്ടിയലിയാണ്. 1586 മുതലും 89 സുപ്രധാനമായ 2 നാവിക യുദ്ധങ്ങളിൽ കുഞ്ഞാലി മരയ്ക്കാർ പോർച്ചുഗീസുകാരെ ദയനീയമായി പരാജയപ്പെടുത്തുകയായിരുന്നു. കുഞ്ഞാലി മരയ്ക്കാർ 4-മനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വധിച്ചതിന് വർഷം 1600. ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ കുഞ്ഞാലി മരയ്ക്കാർ സ്മാരകം നിർമ്മിച്ചത് കോട്ടയ്ക്കലാണ്, വടകരയിലുള്ള കോട്ടയ്ക്കലാണ്. കുഞ്ഞാലി മരയ്ക്കാർ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2000. കുഞ്ഞാലി മരയ്ക്കാർ സ്റ്റാമ്പ്. പോർച്ചുഗീസ് സംഭാവനകൾ. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡയാണ് 1505. തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. കുഞ്ഞാലി മരയ്ക്കാരുടെ ആക്രമണം നേരിടാനായി
1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയൻകോട്ട. ചാലിയൻകോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ ന്യൂനോ ഡി കുഹിൽവ സാമൂതിരിയെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ചാലിയം കോട്ടയാണ്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഗോതിക് ശൈലി. ഇന്ത്യയിൽ ഗോതിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ച പള്ളികൾ എന്ന് പറയുന്നത് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചിയിലുള്ള സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയും ബോം ജീസസ് പള്ളി ഗോവയിലുള്ള ബോം ജീസസ് പള്ളിയും. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളി എന്ന് പറയുന്നത് സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ്, കൊച്ചിയിലുള്ള സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ്. കേരളത്തിൽ പോർച്ചുഗീസ് സ്ഥാപിച്ച ആദ്യ സെമിനാരിയാണ് വാരാപ്പുഴ സെമിനാരി. മാനുവൽ കോട്ട ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട, 1503 കൊച്ചിയിൽ. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി എന്ന് പറയുന്നത് മാനുവൽ കോട്ടയാണ്. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയിക്കോട്ട, അഴിക്കോട്ട, കൊച്ചിൻ കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും മാനുവൽ കോട്ട തന്നെ. മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് അൽബുക്കർക്കാണ്. കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ് മട്ടാഞ്ചേരി പാലസ്, 1555. ഇത് പിന്നീട് ഡച്ചുകാർ പുതുക്കി പണിതോടെ ഡച്ച് കൊട്ടാരം എന്നും അറിയപ്പെടുന്നു. 1663 പുതുക്കി പണിതത്. കൊച്ചിയിലും വൈപ്പിനും അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പേരയ്ക്ക, വറ്റൽമുളക്, പുകയില, അത്തിക്ക, മരച്ചീനി, റബ്ബർ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ക്രിസ്തീയ കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ചവിട്ട് നാടകത്തെ ഒരു ജനകീയ കലയാക്കി ഉയർത്തിക്കൊണ്ടുവന്ന വിദേശ ശക്തിയും പോർച്ചുഗീസുകാർ തന്നെ. കേരളത്തിലെ ഏത് നാട്ടുരാജാവാണ് പോർച്ചുഗീസ് രാജാവിൻ്റെ സൈനിക സഹോദരൻ അഥവാ ബ്രദർ ഇൻ ആംസ് ടു ദ കിങ് ഓഫ് പോർച്ചുഗൽ എന്നീ ബഹുമതി സ്വന്തമാക്കിയത്? അത് പുറക്കോട് രാജാവാണ്. കാർട്ടസ് വ്യവസ്ഥ ഇന്ത്യയിൽ ഏതെങ്കിലും ഭാഗങ്ങളുമായി കപ്പലുകൾ വ്യാപാരം നടത്തുന്നതിന് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥന്മാർ നൽകിയിരുന്ന പാസ് അറിയപ്പെടുന്നതാണ് കാർട്ടസ്. ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലുകളും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യ കരം നൽകി കാർട്ടസ് സ്വന്തമാക്കണമായിരുന്നു. കാർട്ടസിൽ ഉൾപ്പെടുത്തിയിരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് കപ്പലിൻ്റെ വലിപ്പം, കപ്പിത്താൻ്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ, ചരക്കിൻ്റെ വിവരങ്ങൾ, എത്തിച്ചേരുന്ന തുറമുഖം. കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുകയോ കപ്പലുകളിൽ അടിമകളാക്കുകയോ ചെയ്തിരുന്നു. കൺഫ്യൂസിംഗ് ഫാക്ട്സ്. പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധി ഒപ്പുവെച്ച വർഷം 1513. പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ പൊന്നാനി സന്ധി ഒപ്പുവെച്ച വർഷം 1540. ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് കൊച്ചിയിലാണ്. ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ വൈദിക പഠനത്തിനായി സെമിനാരികളും കോളേജുകളും ആരംഭിച്ച സ്ഥലങ്ങൾ: 1 കൊച്ചി, കൊടുങ്ങല്ലൂർ, വൈപ്പിൻ കോട്ട. പോർച്ചുഗീസുകാരെ കൂടാതെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കുരുമുളകിൻ്റെ വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിന് പരസ്പരം മത്സരിച്ചിരുന്നു. തുഫത്തുൽ മുജാഹിദീൻ കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകിയിരുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഫത്തുൽ മുജാഹിദീൻ. തുഫത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷ അറബി. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്ന കൃതിയാണ് തുഫത്തുൽ മുജാഹിദീൻ. പോർച്ചുഗീസുകാരിൽ നിന്നും മലയാളത്തിലേക്ക് ലഭിച്ച ചില പദങ്ങൾ: ലേലം, ഫാക്ടറി, മുറം, പതക്കം, കൊന്ത, കുമ്പസാരം, വികാരി, ചാവി, ജനൽ, മേശ, കസേര, ബെഞ്ച്, വരാന്ത, റാന്തൽ, വിജാഗിരി, അലമാര, ചായ, മേസ്തിരി, കുശനി. ഇതൊക്കെയാണ് പോർച്ചുഗീസുകാരിൽ നിന്നും മലയാളത്തിലേക്ക് ലഭിച്ച പദങ്ങൾ.